എയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള PSC വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ എക്സാമിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ജനറൽ PSC എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈച്ച് ഓഫ് ദ ബോയ്സ് ഡാഷ് പ്രസൻറ്റ് എന്നാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഡാഷ് പ്രസൻറ്റ്. ഈച്ച് ഓഫ് എന്നതിന് ശേഷം വരുന്ന നാമം എപ്പോഴും പ്ലൂറലായിരിക്കും. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ, പക്ഷെ ഉപയോഗിക്കേണ്ട ക്രിയ സിംഗുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഗ്രാമർ ഒന്നും പഠിക്കുന്നില്ലെങ്കിലും നമ്മൾ ചെറിയ ട്രിക്ക് പ്രയോഗിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഈ തന്നിരിക്കുന്നതിൽ എത്ര സിംഗുലർ ഉണ്ട് എന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ഈസ്, ആം, ആറ്, വാസ്, വേർ തുടങ്ങിയവ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഈസ് എന്നത് ഏകവചന സഹായക്രിയയാണ്. ആർ എന്നത് ബഹുവചനാണ്, വേർ എന്നത് ബഹുവചനാണ്, ഹാവ് എന്നത് ബഹുവചനാണ്. അപ്പോൾ ഈച്ച് ഓഫിന് ശേഷം വരുന്ന നാമം എപ്പോഴും പ്ലൂറലും ക്രിയ സിംഗുലറും ആയിരിക്കണം. അപ്പോൾ 3 പ്ലൂറലും ഒരു സിംഗുലറും വന്നു. അപ്പോൾ ആൻസർ ഏതാണ്? ഈസ് എന്നതാണ്. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ സിംഗുലർ ഏതാന്ന് നോക്കുക. സിംഗുലർ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് തന്നെയാണ് ഉത്തരം. ആൻസർ ഈസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ദാൻ ഹെർ സിസ്റ്റർ. SCERT പുസ്തകത്തിൽ 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, പുതിയ 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കണ്ടന്റ് ആണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നത്. ഡിഗ്രി ലെവൽ എക്സാം കേരള PSC എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത് ഏത് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടതാ? ഇത് കമ്പാരറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? യെസ്, ആഫ്റ്റർ ദ കമ്പാരറ്റീവ് വേർഡ് ദാൻ ഈസ് യൂസ്ഡ്. 2026 ഫെബ്രുവരി മാസം നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 എക്സാമിന് ചോദിച്ചതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. തീർത്തും 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഡാഷ് ദാൻ. അപ്പോൾ തൊട്ട് മുമ്പിൽ സ്പീക്സ് എന്ന് വന്നതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ക്രിയാവിശേഷണ പദമാണ്. അപ്പോൾ ഫ്ലുവൻ്റ് എന്ന് തന്നിട്ടുണ്ട്, ഫ്ലുവൻ്റ് എന്നും തന്നിട്ടുണ്ട്, ഫ്ലുവൻലി എന്നും തന്നിട്ടുണ്ട്. ഫ്ലുവൻലി എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അഡ്വേർബ്, അതൊരു ക്രിയാവിശേഷണ പദമാണ്. ഫ്ലുവൻ്റ് എന്ന് വന്നാൽ അതൊരു അഡ്ജക്റ്റീവാണ്, നാമവിശേഷണ പദം. അപ്പോൾ സ്പീക്സ് എന്ന് വന്നുകൊണ്ട് ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദമാണ് വേണ്ടത്. ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സിലബിൾ മാത്രമുള്ള വാക്ക്, 2 സിലബിളുള്ള വാക്ക്, 2ൽ കൂടുതൽ സിലബിളുള്ള വാക്ക്. ഇപ്പോൾ ഇവിടെ ക്രിയാവിശേഷ പദമായതുകൊണ്ട് ബിഫോർ അഡ്വേർബ് മോർ ഈസ് യൂസ്ഡ് ഇൻ ദി കമ്പാരിറ്റീവ് ഡിഗ്രി. ഇവിടെ എന്ത് ഉപയോഗിക്കണം? നമ്മൾ മോർ ഉപയോഗിക്കണം. അപ്പോൾ ആൻസർ എന്താണ്? മോർ ഫ്ലുവൻലി എന്നാണ്. മോർ ഫ്ലുവൻലി. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് മോർ ഫ്ലുവൻലി ദാൻ ഹെർ സിസ്റ്റർ. കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്, ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായൊരു ചോദ്യമാണ്. അടുത്തത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് പാർട്ടിലെ ക്വസ്റ്റ്യനാണ്. നൈദർ റാം നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കമ്മിങ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? എത്ര സിംഗുലർ ഉണ്ട്, എത്ര പ്ലൂറൽ ഉണ്ട് നോക്കുക. ഈസ് സിംഗുലർ ആണ്, വാസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്, 6 പ്ലൂറലാണ്. ഇപ്പം 3 സിംഗുലർ. നേരത്തെ നമ്മൾ പഠിച്ചെന്താ? 3 പ്ലൂറലും ഒരു സിംഗുലർ. ഇപ്പം എന്താ പഠിക്കുന്നത്? 3 സിംഗുലറും ഒരു പ്ലൂറലും. 3 സിംഗുലറും ഒരു പ്ലൂറലും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ? റാം എന്നത് സിംഗുലറും ഹിസ് ഫ്രണ്ട്സ് എന്നത് പ്ലൂറലുമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ വേർബ് എഗ്രീസ് വിത്ത് ദി സെക്കൻഡ് സബ്ജക്റ്റ്. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്രാധാന്യം കൊടുക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ? രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ്. സിംഗുലർ ആണെങ്കിൽ ക്രിയ സിംഗുലർ ആകും. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്താ? പ്ലൂറലാണ്. അപ്പോൾ ആൻസർ എന്താ വേണ്ടത്? ആർ എന്നാണ്. നൈദർ നോർ ഉപയോഗിച്ചിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന പാറ്റേണിലാണ്. ദ വേർബ് എഗ്രീസ് വിത്ത് ദി സെക്കൻഡ് സബ്ജക്റ്റ്. ഉത്തരം ആർ എന്നാണ്. നെക്സ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് കേരള PSCയുടെ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. 2025 വുമൺ CPOക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ ചോദ്യം. പക്ഷെ അവിടെ 4 സെൻറ്റൻസ് കൊടുത്തിട്ട് അതിൽ തെറ്റായ സെൻറ്റൻസ് കണ്ടുപിടിക്കാനും ശരിയായ സെൻറ്റൻസ് കണ്ടുപിടിക്കാനുമുള്ള പാറ്റേൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്നാണ്.
ഇവിടെ നമ്മൾ ഈ കണ്ടന്റിനകത്ത് പഠിക്കുന്നത് എന്താ? പ്രെപ്പസിഷൻ പ്ലസ് ടെൻസ് ആണ്. ദ ഫോം ഓഫ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഇവിടെ നമ്മൾ എന്താ വേണ്ടത്? സിൻസ് എന്നാണ് ചേർക്കേണ്ടത്. എന്താണ് സിൻസ് എന്നതിൻ്റെ മലയാള അർത്ഥം? മുതൽ എന്നാണ്. അപ്പോൾ എപ്പോൾ മുതൽ? 2015 മുതൽ. അങ്ങനെയാണ് സിൻസ് ചൈൽഡ്ഹുഡ് പറഞ്ഞാലോ, കുട്ടിക്കാലം മുതലേ, ശൈശവകാലം മുതലേ. ഫോർ എന്നതിൻ്റെ അർത്ഥം എന്താ? വേണ്ടി അല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ ആയതിനാൽ എന്നാണ്. ഫ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിന്ന് അല്ലെങ്കിൽ മുതൽ. ഫ്രം കണ്ണൂർ എന്നാണെങ്കിൽ കണ്ണൂരിൽ നിന്നും. ഫ്രം ആലപ്പുഴ എന്നാണെങ്കിലോ ആലപ്പുഴയിൽ നിന്നും. ഫ്രം മോൺ ടു നൈറ്റ് എന്നാണെങ്കിലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ. ബൈ ആൽ ആകുമ്പോഴേക്കും ഈ അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് സിൻസ് എന്നതാണ്. യെസ്. അഞ്ചാമത്തെ ചോദ്യം ഏതാ? കണ്ടീഷണൽ ക്ലോസുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ SCERT പുസ്തകം 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പുതിയ SCERT പുസ്തകം 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. എന്നിട്ട് രണ്ടാമത്തെ വാചകം എന്തായിരിക്കണം? ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ രണ്ടാമത്തെ വാചകം സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നായിരിക്കണം. രണ്ടാമത്തെ വാചകം സബ്ജക്റ്റ് പ്ലസ് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ആൻസർ എന്താ? വുഡ് ഹാവ് പാസ്ഡ് എന്നാണ്. വുഡ് ഹാവ് പാസ്ഡ്. അടുത്തത് ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കണ്ടന്റാണ്. ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കുള്ളതുമാണ്. ഇത് റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ്. പ്രെപ്പസിഷൻ എന്ന പാർട്ടുമായി ബന്ധപ്പെട്ടതാണ് ഈ സാധനം. സ്വാഭാവികമായും ലുക്ക് ഫോർവേഡ് ടു എന്ന് വരുമ്പോൾ ടു വരുമ്പോൾ എല്ലാവർക്കും തോന്നും ഒരു ക്രിയയുടെ V1 ഉപയോഗിക്കണം എന്നാണ്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? ജെറണ്ട് പാർട്ടാണ്. ഒരു വെർബിനോടുകൂടി ing ചേർത്ത് നാമരൂപത്തിലേക്ക് മാറ്റി ഉപയോഗിക്കുന്ന പ്രയോഗം വെർബൽ നൗൺ. അപ്പോൾ സ്വാഭാവികമായും ലുക്ക് ഫോർവേഡ് ടു എന്നതിന് ശേഷം എന്താ ഉപയോഗിക്കുക? നമ്മൾ ഒരു ക്രിയയുടെ ing ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഷീ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ശ്രദ്ധിച്ചോളൂ. ഫർണിച്ചർ എന്ന വാക്ക്. എന്നാൽ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ മേശ, കസേര, കട്ടിൽ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു കലക്റ്റീവ് നൗണാണ്, ഒരു കലക്റ്റീവ് വേർഡാണ് ഫർണിച്ചർ എന്നത്. ഇവിടെ നമുക്ക് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഫർണിച്ചർ എന്ന വേർഡ്, ദ വേർഡ് ഫർണിച്ചർ ഈസ് കൺസിഡേർഡ് ഓർ ട്രീറ്റഡ് ആസ് സിംഗുലർ ഓൺലി. അപ്പോൾ ഫർണിച്ചർ എന്നത് എന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ ക്രിയ എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ എത്ര പ്ലൂറലുണ്ട് നോക്കാം. ഇതൊരു പ്ലൂറലാണ്. ഉത്തരം ഈസ് എന്നാണ്. ഇതൊരു ട്രിക്കാണ്. ഗ്രാമർ എല്ലാം പഠിച്ചു പോയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ചില ട്രിക്കുകൾ പ്രയോഗിച്ചാൽ PSC എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടും. 3 പ്ലൂറലും ഒരു സിംഗുലറും വന്നാൽ സിംഗുലർ, 3 സിംഗുലറും ഒരു പ്ലൂറലും വന്നാൽ പ്ലൂറൽ. അതാണ് റൂള്. അപ്പോൾ ഉത്തരം ഇവിടെ ഈസ് എന്നതാണ്. അടുത്ത ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഇതിങ്ങോട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകളെല്ലാം പരിശോധിച്ചാൽ, ഇങ്ങോട്ടേക്കുള്ള PSCയുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ വ്യഞ്ജനാക്ഷരം കൊണ്ട് ആരംഭിച്ചിരിക്കുന്നൊരു പദം H എന്ന വ്യഞ്ജനാക്ഷരം. പക്ഷെ അതൊരു സൈലൻ്റ് ആണ്. തൊട്ടടുത്ത അക്ഷരം O ആണ്. ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ എന്താ? ഓണിസ്റ്റ് എന്നാണ്. HONEST. ഹീ ഈസ് ആൻ ഓണിസ്റ്റ് മാൻ എന്നാണ്. ഇവിടെ നമുക്ക് വേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ആൻ എന്നാണ്. പഠിച്ചു വെച്ചോളൂ, ഉറപ്പായിട്ട് വരുന്നൊരു സാധനം ആൻ ഓണിസ്റ്റ് മാൻ. അടുത്ത വീണ്ടും നമ്മൾ ഈച്ച് ഓഫ് പറഞ്ഞ അതേ കണ്ടന്റ് വെച്ചിട്ടുള്ള ഒന്നാണ് ഈ സാധനം. വൺ ഓഫ് പ്ലസ് പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. ഇവിടെ നമ്മൾ എന്താ ട്രിക്ക് പ്രയോഗിച്ചിരിക്കുന്നത്? ഹാവ് പ്ലൂറലാണ്, ആറ് പ്ലൂറലാണ്, വേറെ പ്ലൂറലാണ്. അപ്പോൾ സിംഗുലർ എന്തേ ഉള്ളൂ? ഹാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം ഇവിടെ എന്താ വേണ്ടത്? ഹാസ് എന്നാണ്. കാരണം എന്താ? വൺ ഓഫിന് ശേഷം വരുന്ന നാമം എപ്പോഴും പ്ലൂറലും ക്രിയ സിംഗുലറും ആയിരിക്കണം. ആൻസർ ഹാസ് എന്നാണ്. ഇത് കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന പാർട്ടിലുള്ളതാണ്.
അടുത്ത ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വൈ. അപ്പോൾ ഈ ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ മേഖലകളും ടച്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഹി ആസ്ക്ഡ് മീ വേർ ഐ ഡാഷ് ഫ്രം. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ആ ചലച്ചിത്രം കണ്ടവരായിരിക്കും നിങ്ങൾ, തേന്മാവ് കൊമ്പത്ത് അല്ലേ, പപ്പു പറയുന്ന ഡയലോഗ്. അതുതന്നെയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ. WH ക്വസ്റ്റ്യൻസ് നമ്മൾ മാറ്റുമ്പോഴുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ വേണ്ട ആൻസർ എന്താണ്? വാസ് എന്നതാണ്. ആൻസർ എന്താ വരിക? വാസ് എന്നതാണ്. എന്താ ഇതിൻ്റെ കാരണം നമുക്ക് നോക്കാം. ചോദ്യം ചോദിക്കുമ്പോൾ എന്തായിരിക്കും? വേർ ആർ യു, വേർ ആർ യു ഫ്രം, വേർ ആർ യു ഫ്രം. നമുക്ക് മാറ്റി എഴുതാം. വേർ ആർ യു ഫ്രം. ആരുടെ ചോദ്യം? എന്നോടാണ്. അപ്പോൾ സ്വാഭാവികമായും യു എന്ന സെക്കൻഡ് പേഴ്സൺ ആരായി മാറി? ഐ ആയി മാറി. ഐ വരുമ്പോൾ ഏത് വരാൻ പാടില്ല? ആറിൻ്റെ പാസ്റ്റായ വേറെ വരാൻ പാടില്ല. ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ പ്രസൻറ്റ് എന്തായി മാറും? പാസ്റ്റായി മാറും. അപ്പോൾ ആറ് വേറെ ആകുന്നില്ല ഇവിടെ. എന്താ കാരണം? ഐ ആണ് സബ്ജക്റ്റ്. ഐയോടുകൂടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ആം എന്ന ഓക്സിലറി വെർബ്. ആമിൻ്റെ ഭൂതകാല രൂപമാണ് ഇത് വാസ് എന്നത്. അപ്പോൾ ആൻസർ എന്താ വരിക? വേർ ഐ വാസ് ഫ്രം. വേർ ആർ യു ഫ്രം. അതിനെ മാറ്റി എഴുതുമ്പോൾ, കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പേഴ്സണോടാണ് ചോദ്യം. അപ്പോൾ ആൻസറിൽ വരുമ്പോൾ യു എന്ന സെക്കൻഡ് പേഴ്സൺ, ദ സെക്കൻഡ് പേഴ്സൺ യു ബിക്കംസ് ഫസ്റ്റ് പേഴ്സൺ ഐ. ആരായി മാറും? ഐ ആയി മാറും. അപ്പോൾ ഹി ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഫ്രം. ഇങ്ങനെയുള്ള വാല്യുബിളായ ഇൻഫോർമേറ്റീവ്സായ വീഡിയോസിന് വേണ്ടി എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.